ധനവും ബഹുമാനവും അങ്ങയിൽ നിന്ന് വരുന്നു. അങ്ങ് സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും അങ്ങയുടെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വിപുലീകരിക്കുന്നതും ശക്തീകരിക്കുന്നതും അങ്ങയുടെ പ്രവൃത്തിയാകുന്നു. ലോകം മുഴുവൻ ഇന്ന് പണത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പുറകെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആട്ടിടയനായിരുന്ന ദാവീദ് അവനെ ഇസ്രായേലിന്റെ രാജാവാക്കി തീർക്കുകയും ഇസ്രായേലിന്റെ രാജാവായി തീർന്ന ദാവീദ് സർവസഭയെയും മുൻപിൽ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, ധനവും ബഹുമാനവും അങ്ങിൽ നിന്നാണ് വരുന്നത്. ലോകത്തിന്റെ പുറകെ, പണത്തിന്റെ പുറകെ, ബഹുമാനത്തിന്റെ പുറകെ, അധികാരത്തിന് പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടുമായിട്ട് ആട്ടിടയനായിരുന്ന ദാവീദിനെ രാജാവാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദാവീദ് പറയുകയാണ്, ധനവും ബഹുമാനവും അങ്ങിൽ നിന്നാണ് വരുന്നത്. ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ധനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും പുറകെ ഓടുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് വേണ്ടുന്നതൊക്കെയും ആദ്യം ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനം, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധന, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുവെങ്കിൽ ധനവും ബഹുമാനവും അവൻ നമ്മൾക്ക് നൽകി തരുവാനിടയായിത്തീരും. സകലത്തെയും വിപുലീകരിക്കുന്നതും ശക്തീകരിക്കുന്നതും അങ്ങയുടെ പ്രവൃത്തിയാകും. അപ്പോൾ നിങ്ങളെ ശക്തീകരിക്കുവാനും നിങ്ങളെ വലുതാക്കുവാനും നമ്മുടെ ബിസിനസ്സിനെ ആയിക്കൊള്ളട്ടെ, ശുശ്രൂഷയെ ആയിക്കൊള്ളട്ടെ, ഏത് മേഖലയിലാണോ നമ്മൾ ഇന്ന് പകലായിരിക്കുന്നത് ആ മേഖലകളെ വിപുലീകരിക്കുവാനും ശക്തീകരിക്കുവാനും ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തെ നോക്കി നമുക്ക് ഓടാം. ആ ദൈവത്തിൻ്റെ പുറകെ